أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الزانية والزاني فاجلدوا كل واحد منهما 100 جلدة ولا تأخذكم بهما رأفة في دين الله إن كنتم تؤمنون بالله واليوم الآخر وليشهد عذابهما طائفة من المؤمنين. صدق الله العظيم. സൂറത്തു നൂർ ആയത്ത് 2. അസ്സാനിയത്തു, ആ വ്യഭിചാരിണി, വസ്സാനി വ്യഭിചാരിയും, ഫജ്ലിദു നിങ്ങൾ അടിക്കുക, എന്നാൽ നിങ്ങൾ അടിക്കുക എന്നാണ്. കുല്ല വാഹിദിൻ മിൻഹുമാ അവരിൽ നിന്നുള്ള ഓരോരുത്തരെയും 100 ജൽദത്തിൻ 100 അടി. വലാ തഅഖുദുക്കും നിങ്ങളെ പിടികൂടരുത്, ബിഹിമാ അവരോടുള്ള റഅഫത്തുൻ ദയ അല്ലെങ്കിൽ കാരുണ്യം, ഫീ ദീനില്ലാഹി അല്ലാഹുവിൻ്റെ ദീൻ അഥവാ ദീന് നടപ്പിലാക്കുന്നതിൽ, ഇൻ കുന്തും നിങ്ങളാണെങ്കിൽ, തുഅ്മിനൂന വിശ്വസിക്കുന്നവരാണെങ്കിൽ എന്നർത്ഥം, ബില്ലാഹി വൽ യൗമിൽ ആഖിർ അല്ലാഹുവിലും പരലോകത്തിലും, വൽ യഷ്ഹദ് സാക്ഷ്യം വഹിക്കട്ടെ, അദാബഹുമാ അവരുടെ രണ്ടാളുടെയും ശിക്ഷക്ക്, ത്വായിഫത്തുൻ ഒരു സംഘം, മിനൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളിൽ പെട്ടവരായ. വ്യഭിചാരത്തിൻ്റെ ശിക്ഷ പരാമർശിക്കുന്ന ആയത്താണിത്. ഇത് ഇറങ്ങിയത് ഹിജ്റ 6-ാം വർഷത്തിലാണ് എന്ന് നമ്മൾ ആമുഖത്തിൽ പറഞ്ഞല്ലോ. വ്യഭിചാരത്തെക്കുറിച്ച് ഇതിൻ്റെ മുമ്പ് ഒരുപാട് ആയത്തുകൾ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീൻ്റെ തുടക്കത്തിൽ തന്നെ വസിയാബക ഫതഹിർ വറുജ്സ ഫഹ്ജുർ എന്നൊക്കെ പറഞ്ഞത് ജീവിത വിശുദ്ധി പാലിക്കാനാണ്. അത്തരം മാലിന്യങ്ങളൊക്കെ, കാരണം വ്യഭിചാരം ഒരു തിന്മയായി പോലും കാണാത്ത ഒരു സാധാരണ സംഭവമായി മാറിയ ഒരു സമൂഹത്തെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ടത്. പിന്നീട് സൂറത്തുൽ അഅറാഫിൽ 33-ാമത്തെ ആയത്തിൽ, ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ മാ ലഹറ മിൻഹാ വമാ ബതന രഹസ്യമായതും പരസ്യമായതുമായ മ്ലേച്ഛവൃത്തികളാണ് അല്ലാഹു തആല നിരോധിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പം അവിടെ വ്യഭിചാരം അവിടെയും എടുത്തു പറയുന്നില്ല. പിന്നീട് അവതീർണമായ സൂറത്തുൽ മുഅ്മിനൂൻ ആണ് നമ്മൾ കണ്ടത്. അവിടെ അല്ലാഹു തആല സത്യവിശ്വാസികളുടെ വിശേഷണമായി അവരുടെ നന്മയായി എടുത്തു പറയുകയാണ്. വല്ലദീന ലി ഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത്ത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ വമൻ ഇബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. അവര് ഗുഹ്യസ്ഥാനങ്ങൾ സൂക്ഷിക്കുന്നവരാണ്, അഥവാ സദാചാര വിശുദ്ധി പാലിക്കുന്നവരാണ്. ഭാര്യമാരുടെയും അങ്ങനെ ഹലാലായ ദാമ്പത്യബന്ധം ഒഴികെ അതിൻ്റെ അപ്പുറം വല്ലവനും കാക്ഷിച്ചാൽ അവർ അതിക്രമകാരികൾ തന്നെയാണ് എന്ന് പറഞ്ഞു. വ്യഭിചാരം എന്ന പദം ആദ്യമായി വരുന്നത് സൂറത്തുൽ ഫുർഖാനിൽ സത്യവിശ്വാസികളുടെ ഗുണം പറഞ്ഞിടത്താണ്. അത് വലാ യസ്നൂൻ വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖറ
വലാ യഖ്തുലൂന നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ. അവർ ശിർക്ക് ചെയ്യുന്നില്ല, കൊല്ലുന്നില്ല, അന്യായമായി കൊല്ലുന്നില്ല, അതുപോലെ അവർ വ്യഭിചരിക്കുന്നില്ല. വമൻ യഫ്അൽ ദാലിക യൽഖ അസാമ. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അതിൻ്റെ കുറ്റം അവൻ അല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ അവൻ കണ്ടുമുട്ടും എന്ന് പറയുന്നുണ്ട്. പിന്നീട് കൃത്യമായി ഒരു നിരോധന വർത്തമാനം ഈ വിഷയത്തിൽ വരുന്നത് സൂറത്തുൽ ഇസ്രായിലാണ്. വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല. നിങ്ങൾ സിനയിലേക്ക് അടുക്കരുത്, അത് മ്ലേച്ഛ കാര്യവും വളരെ മോശം വഴിയുമാണ് എന്ന് പറയുന്നുണ്ട്. അതൊക്കെ മക്കയിലാണ്. മദീനയിൽ വന്ന ശേഷം ഈ വിഷയത്തിൽ ഒരു തീരുമാനം അള്ളാഹിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് സൂറത്തു നിസായിലാണ് നമുക്ക് കാണാൻ കഴിയുക. സൂറത്തു നിസായിലെ 15-ാമത്തെ ആയത്തിൽ വല്ലാത്തി യഅ്തീനൽ ഫാഹിഷത മിൻ നിസായിക്കും ഫസ്തശ്ഹിദു അലൈഹിന്ന അർബഅത്തം മിൻകും ഫഇൻ ഷഹിദു ഫഅംസികൂഹുന്ന ഫിൽ ബുയൂതി ഹത്താ യതവഫാഹുന്നൽ മൗതു ഔ യജ്അലല്ലാഹു ലഹുന്ന സബീല. വ്യഭിചരിക്കുന്ന സ്ത്രീകൾ 4 സാക്ഷികളുണ്ടായാൽ അവരെ വീട്ടുതടങ്കലിൽ പാർപ്പിക്കുക. അത് കുടുംബമോ ഗോത്രമോ ഒക്കെ ചെയ്യേണ്ട പണിയാണ്, ഭരണകൂടം ചെയ്യേണ്ടതായിട്ടല്ല നടപ്പാക്കിയിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. മരണം വരെ അല്ലെങ്കിൽ അവർക്ക് അല്ലാഹു തആല ഒരു വിധി അവതരിപ്പിക്കുന്നത് വരെ. അതുപോലെ വ്യഭിചാരം ചെയ്ത പുരുഷനെയും വേണം ശിക്ഷിക്കുക. എന്താണ് ശിക്ഷ എന്ന് പറയുന്നില്ല. അവർ പശ്ചാത്തപിച്ചാൽ അവരെ ഉൾക്കൊള്ളണം എന്നും അവിടെ പറയുന്നുണ്ട്. സൂറത്തു നിസായിലെ തന്നെ 25-ാമത്തെ ആയത്തിൽ അടിമ സ്ത്രീകൾ വ്യഭിചരിച്ചാൽ സ്വതന്ത്ര സ്ത്രീകൾക്കുള്ള ശിക്ഷയുടെ പകുതി അവർക്ക് കൊടുക്കണം എന്നും പറയുന്നുണ്ട്. അപ്പോഴും കൃത്യം ശിക്ഷ പറയാൻ പോകുന്നേ ഉള്ളൂ. അതിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുള്ളത് അവർക്ക് വീട്ടുതടങ്കൽ ആണ് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ വിഷയത്തിൽ വരുന്ന ആയത്ത് ഈ പറഞ്ഞതാണ്. അതിലേക്കാണ് അസ്സാനിയത്തു വസ്സാനിയെ സൂചിപ്പിക്കുന്നത്. അഥവാ സൂറത്തു നിസായിലെ വല്ലതാനി പറഞ്ഞിട്ടുണ്ട്, വ്യഭിചരിക്കുന്ന ആണും പെണ്ണും രണ്ടാളെയും ശിക്ഷിക്കണം. അതിൽ പെണ്ണിന്റെ ശിക്ഷ പറഞ്ഞു പിന്നെ വീട്ടുതടങ്കൽ മരണം വരെയോ അല്ലെങ്കിൽ അല്ലാഹു തആല അവർക്ക് വേറെ ഒരു സബീൽ ഉണ്ടാക്കുന്നത് വരെയോ തടഞ്ഞു വെക്കണം എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ പുരുഷനെയും ശിക്ഷിക്കണം എന്ന് പറഞ്ഞു. ആ വ്യഭിചാരി. അപ്പൊ ഇവിടെ അസ്സാനിയത്തു ആദ്യം വന്നത് എന്തിനാണ്? അവിടെ അല്ലാഹു തആല വ്യഭിചാരിണിയെയാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. വല്ലാത്തി യഅ്തീനൽ ഫാഹിഷത മിൻ നിസായിക്കും ഫസ്തശ്ഹിദു അലൈഹിന്ന അർബഅത്തം മിൻകും. അതുകൊണ്ട് ഇവിടെയും അതിലേക്ക് ചൂണ്ടി, അഥവാ മുമ്പേ പിന്നെ തടഞ്ഞു വെക്കാൻ പറഞ്ഞ ഒരു മരണം വരെയോ അല്ലെങ്കിൽ അല്ലാഹു തആല ഒരു പുതിയ നിയമം കൊണ്ടുവരുന്നത് വരെയോ തടഞ്ഞു വെക്കണം എന്ന് പറഞ്ഞ വ്യഭിചാരിണിയും വ്യഭിചാരി, പിന്നെ അതുപോലെ ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞ വ്യഭിചാരിയും. അവിടെ ആദ്യം വ്യഭിചാരിണിയാണ് പറഞ്ഞിട്ടുള്ളത്, പിന്നെയാണ് വ്യഭിചാരിയെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇവിടെയും ആദ്യം പെണ്ണിനെയാണ് പറഞ്ഞത്, പിന്നെ ആണിനെയാണ് പറഞ്ഞത്. അവർക്ക് രണ്ടാൾക്കുമുള്ള ശിക്ഷ ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ. ഓരോരുത്തരെയും 100 അടി അടിക്കണം. ഇത്രയും താമസിച്ചത് എന്തുകൊണ്ടാണ്? ഇത്ര ഒരു മോശം കൃത്യത്തിന് ശിക്ഷ വിധിക്കാൻ. വ്യഭിചാരം ഒരു സാധാരണ കാര്യമായി കണ്ടിരുന്ന സമൂഹത്തില് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ വേണ്ടതൊക്കെ ചെയ്തതിന് ശേഷമാണ് ശിക്ഷിക്കുന്നത്. അത് ഏത് കുറ്റകൃത്യത്തിനും അങ്ങനെയാണ്. പലിശ ഹജ്ജത്തുൽ വദാഇന്റെ സമയത്താണ് പലിശക്കാരോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മദ്യപാനം ഘട്ടം ഘട്ടമായിട്ടാണ് നിരോധിക്കുന്നത്. എന്നതുപോലെ സമൂഹത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടതൊക്കെ ചെയ്യുകയായിരുന്നു ഇത്ര കാലം. അവരെ വ്യഭിചരിക്കാത്തവരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാന്യമായ വ്യക്തിത്വം അവർക്ക് കാട്ടിക്കൊടുത്തു. വ്യഭിചരിക്കാത്തവരെ പുകഴ്ത്തി, സദാചാര വിശുദ്ധി പാലിക്കുന്നവർ എന്ന് പുകഴ്ത്തി. പിന്നീട് അത് ഹറാമാണ് എന്ന് പറഞ്ഞു, അപ്പോഴും ശിക്ഷ പറയുന്നില്ല. പിന്നീട് അത് കുറ്റം ചെയ്യുന്നവരെ കുടുംബങ്ങളും ഗോത്രങ്ങളും ഒക്കെ സ്വയം ശിക്ഷിക്കണം, അവരെ പുറത്തേക്ക് വിടരുത്. അതുപോലെ ആണിനും ശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞു. ഇതൊരു ഭാഗത്ത്.
മറുഭാഗത്ത് വിവാഹം വളരെ എളുപ്പമാക്കി, വിവാഹം പവിത്രമാക്കി, വിവാഹത്തിൽ ഭാര്യാഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്തങ്ങൾ ഒക്കെ നിശ്ചയിച്ചു. അടിമ സ്ത്രീകളെ പോലും വിവാഹം കഴിക്കണം. സ്വതന്ത്ര സ്ത്രീകളെ വിവാഹം കഴിക്കാൻ കഴിയില്ലെങ്കിൽ അടിമ സ്ത്രീകളെ വിവാഹം കഴിക്കണം, അടിമ സ്ത്രീകളെ വിവാഹം കഴിപ്പിക്കണം. ഇങ്ങനെയൊക്കെ തുടങ്ങി വിവാഹത്തിന്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്തു. അതുപോലെ സ്ത്രീ പുരുഷന്മാരുടെ ഇടപഴകലുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. പള്ളിയിൽ പോലും അവര് പിന്നിലാണ് നിൽക്കേണ്ടത്, ആണുങ്ങൾ മുന്നിൽ. ഇങ്ങനെയുള്ള ക്രമീകരണങ്ങൾ അനിവാര്യമായും കൂടിച്ചേരുന്നിടത്ത് പാലിക്കേണ്ട നിയമങ്ങൾ നിശ്ചയിച്ചു. അതുപോലെ വസ്ത്രധാരണം പോലെയുള്ള സംഗതികളിൽ വ്യഭിചാരത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന സകല വഴികളും അടച്ചു. സാഹിത്യവും കലയും ഇങ്ങനെയുള്ളതൊക്കെ നിയന്ത്രിച്ചു. അങ്ങനെ വിശുദ്ധമായൊരു സമൂഹത്തിൽ ഇനിയും ഒരുത്തൻ വ്യഭിചരിക്കുകയാണെങ്കിൽ അവനെ വെറുതെ വിടരുത്. കാരണം ചില ആളുകളുണ്ട്, ഉപദേശം കൊണ്ടും സാഹചര്യം കൊണ്ടും ഒന്നും നന്നാവില്ല, നല്ല ശിക്ഷ കിട്ടിയാൽ തന്നെ പിന്തിരികയുള്ളൂ. അത്തരം ഒരു ഘട്ടത്തിൽ എത്തുമ്പോഴാണ് ഈ ആയത്ത് വരുന്നത്, അസ്സാനിയത്തു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദത്തിൻ. അത് കേവല വ്യഭിചാരത്തിനുള്ള ശിക്ഷയാണ്. അഥവാ ഈ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ച് ശിക്ഷയും മാറും. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരാളെ അടിച്ചാൽ അത് പെറ്റി കേസാണ്, ക്രിമിനൽ കേസല്ല. അതേസമയത്ത് പിടിച്ചു നിർത്തി അടിച്ചാൽ, അത് അയാളുടെ ജീവിതം തടസ്സപ്പെടുത്തി അടിച്ചു എന്നാണ്, അത് ക്രിമിനൽ കേസാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പുറത്തു നിന്നൊരു സാധനം എടുത്തുകൊണ്ട് പോയാൽ അത് മോഷണ കേസാണ്, ഓപ്പൺ ഹൗസ് തെഫ്റ്റ് എന്നാണ് പറയാം. വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു കൊണ്ടുപോയാൽ അത് ഭവനവേദനവും മോഷണവും രണ്ട് കുറ്റമാണ്. എന്നതുപോലെ ഈ അസ്സാനിയത്ത് വസ്സാനി എന്ന് ഇവിടെ പറയുന്നത് കേവല വ്യഭിചാരികളെ കുറിച്ചാണ്. അഥവാ വിവാഹം കഴിച്ചിട്ടില്ലാത്ത രണ്ടാളുകൾ തമ്മിൽ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു. വിവാഹം കഴിച്ചവരാകുമ്പോൾ വേറൊരു കുറ്റവും കൂടി അതിൽ വന്നു ചേർന്നുണ്ട്. രണ്ട് കുടുംബങ്ങളെ മാനഭംഗപ്പെടുത്തലുണ്ട്. അതുപോലെ തന്നെ ഒരുത്തൻ്റെ കുഞ്ഞിനെ മറ്റൊരുത്തനിൽ ആരോപിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് കുറ്റകൃത്യത്തിന്റെ ഗൗരവം വർദ്ധിക്കും. അത്തരം കുറ്റകൃത്യങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടപ്പിലാക്കിയത് എറിഞ്ഞു കൊല്ലൽ ശിക്ഷയാണ്. ഈ ആയത്തിറങ്ങിയപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് ജഅലല്ലാഹു ലഹുന്ന സബീല, ആ പറഞ്ഞ ആളുകൾക്ക് അല്ലാഹു തആല ഒരു വഴി, അവരുടെ കാര്യത്തിൽ ഒരു നിയമം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഇങ്ങനെ വ്യഭിചാരിയും 100 അടി അടിക്കണം, പിന്നെ 1 കൊല്ലം നാട് കടത്തണം. അതുപോലെ തന്നെ സയ്യിബ് ആണെങ്കിൽ, അഥവാ വിവാഹിതരാണെങ്കിൽ അവരെ എറിഞ്ഞു കൊല്ലണം. നാട് കടത്തലും എറിഞ്ഞു കൊല്ലലും, അല്ലെങ്കിൽ 100 അടി അടിക്കലും എറിഞ്ഞു കൊല്ലലും ഒക്കെ കുറ്റത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച് പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തായാലും ഈ എറിഞ്ഞു കൊല്ലൽ എന്നുള്ളത് വരുന്നത് കേവല വ്യഭിചാരത്തിനല്ല, അതിന്റെ പുറമെ ഒരു ഫസാദ് കൂടി ഉണ്ടാകുമ്പോഴാണ്. അത് ഖുർആനിൽ ഉണ്ടോ എന്ന് ചിലർ ചോദിക്കലുണ്ട്. അത് ഖുർആനിൽ വന്നിട്ടുണ്ട്. അത് വ്യഭിചാരം എന്ന ഒരു ടൈറ്റിലല്ല വന്നിട്ടുള്ളത്, പകരം മുഹാരിബീൻ, ഇമാം ബുഖാരി റഹിമഹുല്ലാഹു അൻഹുവൊക്കെ ഈ എറിഞ്ഞു കൊല്ലുന്നതിനെ കുറിച്ചുള്ള ഹദീസുകൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബാബുൽ മുഹാരിബീൻ, ഇസ്ലാമിക ഭരണകൂടത്തിനും സമൂഹത്തിനുമെതിരെ യുദ്ധം ചെയ്യുന്നവർക്കെതിരെയുള്ള നടപടിക്രമം എന്ന നിലയിലാണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കൊല്ലുക എന്നത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇതിന്റെ മുമ്പ് തന്നെ ഇറങ്ങിയ സൂറത്തുൻ നിസായിലെ ആയത്തിൽ തന്നെ ഉണ്ട്. അത് മുഹാരിബീങ്ങളായിട്ട്, അഥവാ സാമൂഹ്യ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന തരത്തിൽ 4 സാക്ഷികൾ ഉണ്ടാകുന്ന വിധം വ്യഭിചരിക്കുകയാണെങ്കിൽ എറിഞ്ഞു കൊല്ലണം എന്ന്, അല്ലെങ്കിൽ എങ്ങനെയോ കൊല്ലണം എന്നത് അവിടെ പറയുന്നുണ്ട്. ഇന്നമാ ജസാഉൽ ലദീന യുഹാരിബൂന അല്ലാഹ വറസൂലഹു വയസ്അഊന ഫിൽ അർദി ഫസാദൻ അൻ യുഖത്തലു ഔ യുസല്ലബു ഔ തുഖത്തഅ ഐദീഹിം വഅർജുലുഹും മിൻ ഖിലാഫിൻ ഔ യുൻഫൗ മിനൽ അർദ്. ഒന്നുകിൽ അവരെ കഠിനമായി കൊല്ലണം, അൻ യുഖ്തലു അല്ല യുഖത്തലു ആണ്, കഠിനമായി കൊല്ലലാണ് ഈ എറിഞ്ഞു കൊല്ലൽ. അല്ലെങ്കിൽ അവരെ കുരിശിൽ തറക്കണം, അല്ലെങ്കിൽ അവരുടെ കൈയും കാലും വിപരീതമായി ഛേദിക്കണം, അല്ലെങ്കിൽ അവരെ നാട് കടത്തണം.
ദാലിക ഖിസ്യും ഫിൽ ഹയാത്തി ദുനിയ വലഹും ഫിൽ ആഖിറത്തി അദാബുൻ അലീം. അത് പറയുന്നത് അതൊക്കെ ഈ വ്യഭിചാരികളുടെ കൂട്ടത്തിൽ നടപ്പിലാക്കണം എന്നാണോ? അല്ല. അടുത്ത ദുർമാർഗിയായ വ്യഭിചാരിയെ എറിഞ്ഞു കൊല്ലണം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ മാത്രമല്ല, ഖുർആനിൽ തന്നെ അത് സൂചനയുണ്ട്. ആ സൂചനയിൽ നിന്നായിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഒരു വിധി വ്യഭിചാരിയുടെ കാര്യത്തിൽ. കാരണം ഇസ്ലാമിലെ നിയമത്തിന് രണ്ട് സ്രോതസ്സാണ്. ഒന്ന് ഖുർആനാണ്, രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പൊ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഈ തത്വങ്ങളുടെ ആവിഷ്കാരം നമുക്ക് കിട്ടുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നാണ്. അതിൽ വിവാഹിതരായ സ്ത്രീ പുരുഷന്മാർ വ്യഭിചരിച്ചാൽ എറിഞ്ഞു കൊല്ലലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടപ്പിലാക്കിയിട്ടുള്ള ശിക്ഷ എന്ന കാര്യത്തിൽ തർക്കമില്ലാത്ത വിഷയമാണ്. പിന്നെ ചിലർ അതിൽ ഇങ്ങനെ എറിഞ്ഞു കൊല്ലൽ ശിക്ഷ നേർക്ക് നേരെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അതിനെ മറിക്കാൻ ശ്രമിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അത് നിലനിൽക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 4 സാക്ഷികളുള്ളവരെ മാത്രമല്ല എറിഞ്ഞു കൊന്നിട്ടുള്ളത്, പകരം സ്വയം വന്ന് സമ്മതിച്ചവരെയും എറിഞ്ഞു കൊന്നിട്ടുണ്ട്. മായിസ് എന്ന് പറയുന്ന സഹാബി, അതുപോലെ ഗാമിദി പെണ്ണ്, ഇവരൊക്കെ സ്വയം സമ്മതിച്ചതിന്റെ പേരിൽ തന്നെ എറിഞ്ഞു കൊല്ലുകയാണ്. അപ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് അവർ സ്വയം സമ്മതിച്ചു എന്നത് മാത്രമല്ല, അവർ എറിഞ്ഞു കൊല്ലപ്പെടാൻ മാത്രം കുഴപ്പക്കാർ കൂടിയായിരുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവരാരുമായിട്ടാണ് വ്യഭിചരിച്ചത് എന്നൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചറിയുന്നില്ല. പകരം അവരുടെ സമ്മതം അവരുടെ കാര്യത്തിൽ മാത്രം നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. ഏതായാലും ശരി, ദീനുൽ ഇസ്ലാം വ്യഭിചാരത്തെ വളരെ ഗുരുതരമായ കുറ്റമായിട്ട് കാണുന്നു എന്നത് ഒരു വസ്തുതയാണ്. ഇത് ആധുനിക സമൂഹത്തിൽ അത് തന്നെ വലിയ പ്രശ്നമാണ്. കാരണം ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം കുറ്റകൃത്യമല്ല എന്നുള്ളിടത്താണ് നമ്മുടെ രാജ്യത്തെ നിയമം പോലും എത്തിയിരിക്കുന്നത്. അത് വിവാഹിതരായാലും അല്ലെങ്കിലും ശരി. ബലാത്സംഗം മാത്രമേ അവർ കുറ്റമായിട്ട് കാണുന്നുള്ളൂ. എന്നാൽ ഇസ്ലാം അങ്ങനെയല്ല. വ്യഭിചാരത്തെ തന്നെ, സ്വന്തം സമ്മതപ്രകാരമുള്ള വ്യഭിചാരത്തെ തന്നെ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കൊടുക്കേണ്ട, പശ്ചാത്തപിച്ചാലും ശിക്ഷ കൊടുക്കേണ്ട കുറ്റമായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് അത് കാണുന്നത്? അത് നമുക്ക് ഇപ്പോൾ സമൂഹത്തെ നിരീക്ഷിച്ചാൽ തന്നെ മനസ്സിലാകും. മനുഷ്യന്റെ ലൈംഗിക ദാഹത്തിന്റെ പൂർത്തീകരണവും മനുഷ്യന്റെ കുടുംബജീവിതവും അതുപോലെ തന്നെ തലമുറകളുടെ വളർച്ചയും, ഇത് മൂന്നും കണക്റ്റഡ് ആയിക്കൊണ്ടാണ് അല്ലാഹു തആല ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അഥവാ ലൈംഗിക ദാഹം ശമിക്കാൻ അവൻ എന്ത് വേണം? അവനൊരു കുടുംബം പോറ്റാൻ തയ്യാറാകണം. ഒരു പെണ്ണിനെ പോറ്റാൻ അവൻ തയ്യാറാകണം. ആ പെണ്ണിനെ പോറ്റാൻ അവൻ തയ്യാറാകുമ്പോൾ സ്വാഭാവികമായും തലമുറകളുടെ വളർച്ചയുണ്ടാകും. ഈ വ്യഭിചാരം എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ ദാഹത്തിനെ വഴിതിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അഥവാ ലൈംഗിക ദാഹം ശമിക്കാൻ, ലൈംഗിക താല്പര്യം മാറിക്കിട്ടാൻ അതിനിപ്പോൾ പെണ്ണിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണോ, അതുപോലെ കുടുംബം പോറ്റണോ, മക്കളെ പോറ്റണോ, അല്ലെങ്കിൽ അനന്തര തലമുറകൾ ഉണ്ടാകണമോ, അതിനൊന്നും ആവശ്യമില്ല. അതല്ലാതെ തന്നെ, അതാണിപ്പോൾ കോ ഇൻഹാബിറ്റൻസ് എന്നൊക്കെ പറഞ്ഞ് പാർട്ട്ണർ, ഫ്രണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഗേൾ ഫ്രണ്ട്, ബോയ് ഫ്രണ്ട് എന്നൊക്കെയുള്ള നിലയിൽ ലൈംഗികത ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് കാര്യങ്ങൾ ഒന്ന്, കുടുംബം തകരും. കുടുംബം തകർന്നാൽ എന്താ ഉണ്ടാവുക? സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല അത് പറഞ്ഞിട്ടുണ്ട്. ഫസാദാണ് ഉണ്ടാവുക. അല്ലദീന യൻഖുദൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖിഹി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസല വയുഫ്സിദൂന ഫിൽ അർദ്. അല്ലാഹുവിനോടുള്ള കരാർ ലംഘിച്ചാൽ അള്ളാഹ് ചേർക്കാൻ കൽപ്പിച്ച ബന്ധങ്ങളെ മുറിച്ചു കളയുകയും ഫസാദ് ഉണ്ടാക്കുകയും ചെയ്യുന്നവർ പരാജിതരാണ്. ആ ഫസാദാണ് ഇപ്പോൾ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടുകൂടി തൻ്റെ ലൈംഗിക പൂരണം മാത്രം നോക്കുന്ന ഒരു എന്താ പറയുക, മുട്ടനാടിന്റെ സ്വഭാവമുള്ള സാധനമായിട്ട് പുരുഷൻ മാറും. അവനിൽ നിന്ന് ഗർഭം ധരിക്കുന്ന പെണ്ണുങ്ങൾക്ക് 2 ചോയ്സ് ഉണ്ടാകും. ഒന്നുകിൽ തൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊന്നുകളയുക, അതാണ് ഇപ്പൊ ധാരാളമായി നടക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ സ്വന്തം നിലയിൽ അവൾ പോറ്റേണ്ടി വരിക. അത് താങ്ങിയാൽ പൊങ്ങാത്ത ഭാരം ഈ പെണ്ണിലേൽപ്പിക്കും, പെണ്ണ് ഏൽക്കാൻ തയ്യാറാകുകയാണെങ്കിൽ. അല്ലെങ്കിലോ എനിക്ക് നോക്കാനാവില്ല എന്ന് പറഞ്ഞ് അവൾ എവിടെയെങ്കിലും ഇട്ടു പോകുകയും ചെയ്യും. ചുരുക്കത്തിൽ ആകെ അരാജകത്വം പ്രകടമാകുകയാണ് ചെയ്യുക. അതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആധുനിക ലോകത്ത് അത് തന്നെയാണ് സംഭവിക്കുന്നത്. കുടുംബ തകർച്ച, കല്യാണം കഴിക്കാനുള്ള വിരക്തിയുടെ ഒക്കെ കാരണം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഗ്രഹം നിറവേറാൻ കല്യാണം കഴിക്കേണ്ടതില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകുകയാണെങ്കിൽ കല്യാണം കഴിക്കേണ്ടതില്ല. അതോടുകൂടി കുടുംബം തകരും. ഇനി കുട്ടികൾ ഉണ്ടായാൽ, അതിൻ്റെ ഇടയിൽ ഗർഭിണിയായാൽ അത് കൊന്നുകളയും. കൊന്നുകളയില്ലെങ്കിൽ ഉപേക്ഷിച്ച് എവിടെയെങ്കിലും, അതിനാണ് ഇപ്പം നമ്മൾ അമ്മത്തൊട്ടിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ എല്ലാവരും
അമ്മത്തൊട്ടിൽ കൊണ്ടുപോയി ഇടുന്ന ഒരു സാഹചര്യം ഓർത്തു നോക്കൂ. അങ്ങനെ സർവത്ര അരാജകത്വമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് മൂന്നും കണക്റ്റഡ് ആണ്. ലൈംഗിക താല്പര്യവും പെണ്ണിൻ്റെയും കുട്ടികളുടെയും സംരക്ഷണവും കുടുംബവും തലമുറകളുടെ ഉൽപാദനവും. അതിൽ നിന്ന് ഒന്നിനെ മാത്രം ഇങ്ങോട്ട് എടുക്കുക എന്ന് പറയുന്നത് ഗുരുതരമായ സാമൂഹിക വിരുദ്ധതയാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള ഒരു കാര്യത്തിന് അള്ളാഹുവിൻ്റെ ദീൻ കടുത്ത ശിക്ഷ, ദുനിയാവിൽ തന്നെ ശിക്ഷ. പലതിനും ദുനിയാവിൽ ശിക്ഷയില്ല, പരലോകത്തേ ഉള്ളൂ ശിക്ഷ. പക്ഷെ ഇതിന് ദുനിയാവിൽ തന്നെ ശിക്ഷ കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ സമൂഹത്തിന് പാഠമാകുന്ന തരത്തിലാണ് ഈ ശിക്ഷ നടപ്പിലാക്കാനും പറയുന്നത്. ഫലാ തൂഖുദുക്കും ബിഹിമാ റൗഫത്തുൻ ഫീ ദീനില്ല. അവരോടുള്ള ദയ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വ്യവസ്ഥ, ദീനില്ല എന്ന് ഇവിടെ പറയുന്നതിൻ്റെ നമ്മൾ സാധാരണ പറയുന്ന അർത്ഥത്തിലല്ല, ദീനിൻ്റെ വ്യവസ്ഥ അല്ലെങ്കിൽ ദീനിൻ്റെ നിയമം എന്ന അർത്ഥത്തിലാണ് ഇവിടെ ദീൻ എന്ന് പറയുന്നത്. അത് നടപ്പിലാക്കുന്ന കാര്യത്തിൽ അവരോടുള്ള ദയ. ഈ കല്യാണം കഴിക്കാത്ത ആണും പെണ്ണും എന്ന് പറഞ്ഞാൽ അസാനിയത്ത് വസാനി എന്ന് പറയുന്നത് വളരെ ചെറു പ്രായത്തിലുള്ള ആളുകളായിരിക്കാനാണല്ലോ കൂടുതൽ സാധ്യതയുള്ളത്. അപ്പൊ പാവം പിള്ളേരല്ലേ, കല്യാണം കഴിക്കുമ്പോൾ നന്നായിക്കൊള്ളും എന്നൊന്നും വിചാരിച്ച് ശിക്ഷിക്കാതെ വിടരുത്. അങ്ങനെ വിട്ടാൽ നേരത്തെ പറഞ്ഞ ഫസാദുകൾക്കൊക്കെ തുടക്കം കുറിക്കലായിരിക്കും അത്. അതുകൊണ്ട് തന്നെ കഠിനമായ ശിക്ഷ തന്നെ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് ദീനാണ് പ്രമാണമെങ്കിൽ ഈ വിഷയത്തിൽ ദീനിന്റെ പ്രമാണം നിങ്ങൾ പരിഗണിക്കണം. അതാകണം നിങ്ങളുടെ നിലപാടിന്റെ അടിത്തറ. അല്ലാതെ പാവമല്ലേ എന്ന് വിചാരിക്കല്, ആജാതി വികാരങ്ങളൊന്നും ഇതിൽ കടത്തിക്കൂട്ടരുത് എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. വൽ യഷ്ഹദു അദാബഹുമാ ത്വായിഫത്തും മിനൽ മുഅ്മിനീൻ, ശിക്ഷ രഹസ്യമാകരുത്. പിന്നെ എന്ത് വേണം? പരസ്യമാകണം. ഒരു വിഭാഗം മോമിനുകൾ അതിന് സാക്ഷ്യം വഹിക്കണം എന്ന് പറഞ്ഞത്, ഒരു വിഭാഗം എന്ന് പറഞ്ഞത് ഒരു ഇളവാണ്. എല്ലാ മോമിനുകളും ശിക്ഷ നടപ്പിലാക്കുന്നത് കാണാൻ വരണോ? അത് വേണമെന്നില്ല. പക്ഷേ ശിക്ഷ പരസ്യമായിട്ടായിട്ട് ഇത്തരം ചിന്തകൾ ഉള്ളവർക്ക് വരെ ഇതൊരു താക്കീതായിട്ട് മനസ്സിൽ കയറണം. ഇതായിരിക്കും കിട്ടുക എന്ന് അവർക്ക് ബോധമുണ്ടാകണം. അങ്ങനെ ഒരു പാഠമാകണം. ഒന്ന് അതാണ്. രണ്ടാമത്തത്, രഹസ്യമായുള്ള ശിക്ഷയാണെങ്കിൽ അത് കാരുണ്യത്തിന്റെ പേരിൽ, സ്നേഹത്തിന്റെ പേരിൽ, ബന്ധത്തിന്റെ പേരിൽ ഒക്കെ ഇളവ് നൽകപ്പെടാനും, എന്നിട്ട് ശിക്ഷിക്കാതെ തന്നെ നമ്മുടെ വാഹനങ്ങളുടെ പുക പരിശോധിക്കാതെ തന്നെ പരിശോധിച്ചു കുറവുണ്ടായിരുന്നു പരിഹരിച്ചു എന്ന് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നത് പരക്കെ നടക്കുന്ന ഒരു കാര്യമായിരുന്നല്ലോ. എന്നതുപോലെ പിടികൂടി ശിക്ഷിച്ചു എന്നൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അവസാനിപ്പിക്കൽ പറ്റുകയില്ല. രഹസ്യമാകരുത്, പരസ്യമാകണം എന്ന് പറഞ്ഞതിൽ രണ്ട് കാര്യങ്ങളുണ്ട് എന്നർത്ഥം. ഇങ്ങനെ ശിക്ഷ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സമൂഹം ശുദ്ധീകരിക്കപ്പെടണം. അതിനുവേണ്ടിയാണ് ശിക്ഷ എന്ന പോയിന്റിൽ ഊന്നിയാണ് അള്ളാഹു തആല അത് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതില് ആരൊക്കെ ശിക്ഷിക്കണം, എങ്ങനെയാണ് ശിക്ഷിക്കേണ്ടത്, അതുപോലെ എത്രത്തോളം സംഭവിക്കണം, ഇങ്ങനെയുള്ള ഒരുപാട് വിശദാംശങ്ങളുണ്ട്. ദൈർഘ്യഭയം കാരണം ഞാനത് ഉപേക്ഷിക്കുകയാണ്. അതുപോലെ ഇസ്ലാമിക ഭരണകൂടങ്ങൾ ശിക്ഷ നടപ്പിലാക്കുമ്പോൾ അതിന്റെ വിശദാംശങ്ങൾ, അതിലെ വ്യത്യസ്ത അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ട്. അത് ഒരു വലിയ വിഷയമാണ്. ഈ ആയത്തിന്റെ അടിസ്ഥാന വിശദീകരണം മാത്രം പറഞ്ഞ് ഇത് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാം ശരിയായി പഠിക്കാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖതൻ വനദ്റ. അല്ലാഹുമ്മ ജ്അലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹസ്നിനാ وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. صلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.